ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാട്ടാ, അടിപൊളി സിനിമ. എൻ്റെ പൊന്നളിയ നെവിൻ പോളി മാൻ ഡിഡ് ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ ബ്രോ, പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു ജനറലെ സിനിമ ബ്രോയ്ക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പിന്നെയും തെളിച്ചോണ്ടിരിക്കുകയാണ്. തട്ടത്തിൽ മറയത്തായാലും പ്രേമമായാലും പിന്നെന്താ ഓം ശാന്തി ഓശാന, അല്ലെങ്കിൽ മറ്റേ ഇപ്പം ഇറങ്ങിയ മറ്റേ പ്രയാത്തിന് സിനിമ പേര് ഞാൻ പറഞ്ഞേ. ബ്രോയ്ക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം ഇട്ടുണ്ടല്ല, ബ്രോ ബൈ ഹാർട്ടാണ്. എനിക്ക് വേറെ ആരെയും എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ. മാൻ എന്തോന്ന് മാൻ നിങ്ങൾ ചെയ്ത് വെച്ചേക്കണം, അടിപൊളി. ബാക്കി കാസ്റ്റ് എല്ലാം അടിപൊളിയാണ്. അതിനകത്ത് ഹീറോയിൻ ആ പുള്ളിക്കാരി സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് സീനുകളൊക്കെ കാണണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇതൊരു ഹാപ്പി മൂവിയാണ്. എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മറ്റേ മരണ വീട്ടിൽ പോയിട്ട് വന്ന വൈബൊന്നും അല്ല, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ വെടിയും പുകയും ആ കൺസെപ്റ്റ് ഒന്നും അല്ല, ഉള്ള ബിപിയും കൂടെ കൂട്ടുന്ന കൺസെപ്റ്റ് ഒന്നും അല്ല. സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ട് നോക്കി ചിരിച്ച് സന്തോഷത്തോടെ നല്ല ഹാപ്പി സിനിമ. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രാജഡി ഒന്നുമില്ല, ആരും മരിക്കുന്നില്ല, എൻ്റെ അടിയായി കിട്ടുന്നുണ്ട്. കുറേ പുതിയ ആൾക്കാർക്ക് സിനിമയിൽ ഇത് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഫണ്ണെന്ന് പറയുമ്പോൾ അടിപൊളി ഫണ്ണാണ്. ഒരു സെക്കൻഡ് പോലും നമ്മളെ ലാഗ് അടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ക്രിഞ്ചടിപ്പിച്ചോ ചെയ്തിട്ടില്ല. മറ്റേ ഓവർ പ്രണയം, അയ്യോ നീ ഇല്ലാത്തത് കാരണം ഞാൻ മറ്റേ 4 ദിവസം കഴിച്ചില്ല, ആ കൺസെപ്റ്റ് ഒന്നുമില്ല. കറക്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഉള്ള മറ്റേ എന്താ പറഞ്ഞാൽ സിറ്റുവേഷൻ ഫണ്ണും കോമഡിയും സ്പോട്ട് ഹിറ്റ് കോമഡികളൊക്കെ. അയ്യോ അതിനകത്ത് കള്ളുകൂടി സീനൊക്കെ ഉണ്ട് മാൻ, എൻ്റെ അമ്മോ. ഞാൻ പറയുന്നില്ല, കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണ്, ചിരിച്ച് ചാവാം കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ബാക്കിൽ 2 പെഗടിക്കുന്ന സീനുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ സെറ്റാണ്. പിന്നെ ആ പ്രായത്തിൻ്റെ അതായത് എബോവ് 30-35 മുകളിലൊക്കെയുള്ള ആൾക്കാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഈ കുടുംബ പ്രശ്നങ്ങൾ, കൂട്ടുകാരുടെ താറ്റ്, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സീനുകൾ, പൊളി സിനിമ. സോ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ആണ്. ബാക്കി ഓണത്തിനിറങ്ങിയ സിനിമകളെല്ലാം കൊള്ളാം, ബട്ട് സ്റ്റിൽ ഈ ഒരു ജനർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണാം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കഴിഞ്ഞാലും ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ഇറങ്ങി വരും. താങ്ക് യു സോ മച്ച് നെവിൻ പോളി ബ്രോ, യു ഡിഡ് ഇറ്റ് അഗൈൻ മാൻ, കീപ് ഡൂയിങ് ഇറ്റ്.